എന്താ വേണോ? അരവിന്ദ്. എവിടെ സ്ഥലം? ആലപ്പുഴ. നാളെ ഇൻഫോ പാർക്കിൽ ജോയിൻ ചെയ്യണം. അതാ കൊച്ചിയിൽ റൂം നോക്കിയത്. താനോ? ഞാൻ കണ്ണൂരാ. ഗ്രാഫിക് ഡിസൈനറാ. നാളെ ജോയിൻ ചെയ്യണം. അതുകൊണ്ട് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആയതാ. അതാണെങ്കിൽ ഇപ്പം ഇങ്ങനെയായി. കൊച്ചിയിലെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലേ? ഇല്ല. കണ്ടപ്പോഴേ തോന്നി. എടോ, ഇന്ന് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം ഈ രാത്രി എന്ത് ചെയ്യാനാ? ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. രാവിലെ താൻ ഇവിടുന്ന് പോയാൽ മതി. അയ്യേ, ബ്രോക്കർ സ്വഭാവത്തിന് എനിക്കാണ് അഡ്രസ് ആയത്. താവിടുന്ന് പോയത് നാളെ. അതിൻ്റെ ഇടയ്ക്കുള്ളവള്. എന്തൊരു കഷ്ടമാണ് ദൈവമേ. കാശുമില്ല, വീടുമില്ല. ഇത് നേരത്തെ വരാൻ തോന്നിയെന്തോ. ബ്രെഡ് ഓംപ്ലേറ്റിന്റെ പൈസ നാളെ മേടിക്കും. ആ, ഉറങ്ങാൻ പോവാണോ? നല്ല ബെഡാണല്ലേ? കുഴപ്പമില്ല. തണുപ്പത്ത് നമുക്ക് നിലത്തൊന്നും കിടക്കാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ട് എനിക്ക് നല്ല നടുവേനുണ്ട്. ഞാൻ ബെഡുമ്പോൾ കിടന്നോളാം. എന്താ ഇറങ്ങിയേ? പോയേ ചുമ്മാ അടിച്ചെന്നാൽ കാശ് കൊടുത്ത് മേടിച്ച റൂമാണ്. പോ ഈ ബാഗ് എടുത്ത് പോയി കാണാൻ. പ്ലീസ് ചുമ്മാ കയറി വരുമോ? അല്ല, എടി, നീ ഇന്ന് എന്ത് വിശ്വസിച്ചുറങ്ങും? ഇനി അയാൾ ശരിയല്ലെങ്കിലോ? എടാ, കാണുമ്പോൾ ഒരു നിഷ്കളങ്കതയൊക്കെ ഉണ്ട്. ആ ധൈര്യത്തിലാ ഞാൻ. ഈ ആണുങ്ങളങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇനി ഇവനെങ്ങാനും എന്നെ നീ കാണുമ്പോ ഞെട്ടിനെന്തിനാ നീ? ഞാൻ വെള്ളം എടുക്കാൻ മനുഷ്യൻ വെള്ളം കുടിക്കണ്ടേ? ചുമ്മാ പേടിപ്പിക്കല്ലേ. ആറ്റിറ്റ്യൂഡ് കണ്ടാലോ? ഇവിടെ ഒന്ന് പേടിപ്പിച്ചാലോ? അല്ല, തനിക്ക് ഇത്രയ്ക്ക് പേടിയാണെങ്കിൽ താനകത്ത് കിടന്നോ, ഞാൻ താഴെ കിടന്നോളാം. ഓ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ചോദിച്ചു എന്നുള്ളൂ. പണ്ട് ഇവിടെ പ്രേതൊക്കെ ഉണ്ടാകുന്ന കേട്ടേക്കണം. അമ്മേ, നടത്ത ശാന്തം. പേടിയില്ലല്ലേ? ചെറുതായിട്ട്. ഇത്രയ്ക്ക് പേടിയുള്ള ആളാണ് എറണാകുളത്ത് ഒറ്റയ്ക്ക് താമസിക്കാൻ വന്നത്. അതൊക്കെ വലിയ കഥയാ. ഓ, വലിയ കഥയാണോ? എന്നാ പിന്നെ ഇപ്പൊ കേൾക്കാൻ സമയമില്ല കേട്ടോ. ലൈറ്റ് ഇടുന്നോട്ടെ. മിന്നിലൊക്കെ പേടിയുള്ള ആളല്ലേ? അവസാനം പേടിച്ചിറങ്ങി ഓടണ്ട. പോട്ടെ അപ്പോ. ശരി. അപ്പോൾ കറക്റ്റ് അഡ്രസ് കിട്ടിയില്ലേ? ആ, ബ്രോക്കറെ വിളിച്ചിരുന്നു. ലൊക്കേഷൻ കിട്ടി. കാണാം. ഓക്കെ. അല്ല, എടോ,
ഡാ പ്രൊജക്റ്റ് വെച്ചായിരുന്നോ? ഡാ എന്താ ഒരു കള്ളച്ചിരിയൊക്കെ? ഒന്നുമില്ല. ഞാൻ ലേറ്റ് ആയില്ലല്ലോ. ഇല്ല, ഞാനിപ്പോൾ ജസ്റ്റ് വന്നേ ഉള്ളൂ. പിന്നെ എന്നാ വിശേഷങ്ങൾ പറ. ഓ, അങ്ങനെയും പോണു. ഇപ്പം താമസം എങ്ങനെ പോണു? നല്ല തന്നെ. റൂംമേറ്റ് ഇപ്പോൾ വെക്കേറ്റ് ചെയ്ത് പോയി. അപ്പം ഇപ്പോൾ 1 BHK ഒറ്റയ്ക്കാം. വലിയ കുഴപ്പമില്ല, ചില സമയത്ത് നല്ല ബോറടിയാണ്. പിന്നെ ഓഫീസൊക്കെ നൈസ് ആയതുകൊണ്ട് ആ ഒരു വൈബിലങ്ങ് പോണു. ഭയങ്കര പുരോഗമനമുള്ളോ? ഒരു മിന്നലടിച്ചപ്പോൾ ഒറ്റയ്ക്ക് പേടിയാന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കണേ. അതൊക്കെ അങ്ങ് ശീലായി. കുടിക്കാനെന്തെങ്കിലും പറഞ്ഞാലോ? ആ, പറയാം. ചായ പറയാം. ചേട്ടാ 2 ചായ. നോക്കി വേറെന്തൊക്കെയുണ്ട്? ഓ, അങ്ങനെ എൻ്റെ പോണു. ലഡാക്ക് ട്രിപ്പൊക്കെ എന്തായി? അതിനുള്ള പൈസയൊക്കെ ഞാനിങ്ങനെ കൂട്ടി വെച്ചേക്കുക. പോണം. ഇപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാനൊക്കെ പഠിച്ചോ? ഓംലെറ്റ് ഉണ്ടാക്കാൻ കൂടുതലും ഹോട്ടൽ ഫുഡാണ്. കഴിച്ച് മടുത്തു. പിന്നെ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ വാടക ഷെയർ ചെയ്യാൻ ഒരാളെ കിട്ടുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ശരിക്കും ആലോചിക്കാം.